ഹലോ ഓൾ. അപ്പോൾ നമുക്കിന്ന് നമ്മുടെ ഡോളിനുള്ള ഡ്രസ്സ് ഉണ്ടാക്കാം. അതിനായിട്ട് ഫസ്റ്റ് ഞാൻ ഉണ്ടാക്കുന്നത് അതിൻ്റെ ടോപ്പ് പോർഷനാണ്, ടോപ്പാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ സ്ലിപ്പ് നോട്ട് ചെയ്യാം. ദെൻ നമുക്ക് 30 ചെയിൻ സ്റ്റിച്ച് ചെയ്യാം. ഞാനിവിടെ 8 പ്ലേ ആണും അതുപോലെ തന്നെ 3 mm ഹൂക്കാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇനിയിപ്പോൾ 4 പ്ലേ ആണാണ് അതുപോലെ 2 mm ഹൂക്കാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ചെയിൻ സ്റ്റിച്ചിൻ്റെ എണ്ണം കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യണം. അത് നിങ്ങൾ ചെയിൻ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നിങ്ങൾ ഡോളിൻ്റെ മെഷർമെൻറ്റ് എടുത്തിട്ടാണ് ചെയ്യേണ്ടത്. ഞാനിവിടെ 8 പ്ലേ ആണാണ് അതുപോലെ തന്നെ 3 mm ഹൂക്കാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ 30 ചെയിൻസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് റൗണ്ടിലേക്ക് പോവാം. അതിനായിട്ട് ഫസ്റ്റ് 2 ചെയിൻ ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. മൂന്നാമത്തെ റൗണ്ട് മുതൽ നമുക്ക് 4 ഡബിൾ ക്രോഷേ ചെയ്യേണ്ടത്. ഓരോന്നിലും വീതം 4 ഡബിൾ ക്രോഷേ നമുക്ക് ചെയ്യാം. 4 ഡബിൾ ക്രോഷേ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് സ്റ്റിച്ചിലേക്ക് ഒരു സ്റ്റിച്ചിൽ തന്നെ 3 ഡബിൾ ക്രോഷേ ചെയ്യാം. ഈ സ്റ്റിച്ചിൽ തന്നെ നമുക്ക് 3 എണ്ണം ചെയ്തെടുക്കാം. ദെൻ അതിന് ശേഷം നമുക്ക് 5 ഡബിൾ ക്രോഷേ ചെയ്യാം. ഇനി അടുത്ത 5 ചെയിൻസിൽ ഒരു ഡബിൾ ക്രോഷേ വീതം 5 എണ്ണം ചെയ്തെടുക്കാം. നെക്സ്റ്റ് സ്റ്റിച്ചിലേക്ക് ഒരു ഡബിൾ ക്രോഷേ. ദെൻ നെക്സ്റ്റ് രണ്ടാമത്തെ ഡബിൾ ക്രോഷേ, മൂന്നാമത്തെ ഡബിൾ ക്രോഷേ, ദെൻ നാലാമത്തെ. ഇനി ഒന്നും കൂടെ ചെയ്തെടുക്കാം. അത് കഴിഞ്ഞതിന് ശേഷം അടുത്ത സ്റ്റിച്ചിലേക്ക് 3 ഡബിൾ ക്രോഷേ ഈ സ്റ്റിച്ചിൽ തന്നെ ചെയ്തെടുക്കാം. ഈ 2 എണ്ണം കൂടെ ചെയ്യാം. അതേ സ്റ്റിച്ചിൽ തന്നെ 2 ഡബിൾ ക്രോഷേ കൂടെ ചെയ്യാം. ടോട്ടൽ 3 എണ്ണം നമുക്ക് ഈ ഒരു സ്റ്റിച്ചിൽ ചെയ്യാം. ദെൻ അത് കഴിഞ്ഞിട്ട് 8 ഡബിൾ ക്രോഷേ, 8 ഡബിൾ ക്രോഷേ ചെയ്യാം. ഡബിൾ ക്രോഷേ കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റിച്ചിലേക്ക് ഒരു സ്റ്റിച്ചിൽ തന്നെ 3 ഡബിൾ ക്രോഷേ ചെയ്യാം. ദെൻ അത് കഴിഞ്ഞിട്ട് 5 ഡബിൾ ക്രോഷേ ചെയ്യാം. ഫൈവ് ഡബിൾ ക്രോഷേ കഴിഞ്ഞതിന് ശേഷം അടുത്ത സ്റ്റിച്ചിലേക്ക് 3 ഡബിൾ ക്രോഷേ ഒരേ സ്റ്റിച്ചിൽ തന്നെ ചെയ്യാം. ദെൻ നമുക്ക് 4 ഡബിൾ ക്രോഷേ ബാക്കിയുണ്ടാവും. ഓരോന്നിലും ഡബിൾ ക്രോഷേ വെച്ചിട്ട് നമുക്ക് 4 എണ്ണം ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ രണ്ടാമത്തെ റൗണ്ട് കംപ്ലീറ്റ് ആക്കി. ഇനി നമുക്ക് മൂന്നാമത്തെ റൗണ്ടിലേക്ക് പോവാം. മൂന്നാമത്തെ റൗണ്ടിലേക്ക് നമുക്ക് ടേൺ ചെയ്യാം. ഞാനിവിടെ ചെയിൻ സ്റ്റിച്ച് ഇടുന്നതിന് പകരം ഇതുപോലെ ഒന്ന് ചുറ്റിയെടുത്തിട്ട് ഒന്ന് യാൺ ഓവർ ചെയ്ത് നമുക്കൊരു ഡബിൾ ക്രോഷേ അടുത്ത സ്റ്റിച്ചിലേക്ക് ചെയ്ത് കൊടുക്കാം. ദെൻ നമുക്ക് ഈ ഒരു പോർഷനിൽ നമുക്ക് 5 സിംഗിൾ ക്രോഷേ ചെയ്തെടുക്കാം, 5 ഡബിൾ ക്രോഷേ ചെയ്തെടുക്കാം. സിംഗിൾ ക്രോഷേ അല്ല, ഡബിൾ ക്രോഷേ. 5 ഡബിൾ ക്രോഷേ ചെയ്തതിന് ശേഷം അടുത്ത സ്റ്റിച്ചിലേക്ക് 3 ഡബിൾ ക്രോഷേ ഒരേ സ്റ്റിച്ചിൽ തന്നെ ചെയ്യാം. ഇത് നമുക്ക് 7 ഡബിൾ ക്രോഷേ ചെയ്യാം. സെവൻ ഡബിൾ ക്രോഷേ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് സ്റ്റിച്ചിലേക്ക് 3 ഡബിൾ ക്രോഷേ ചെയ്യാം. ഒരേ സ്റ്റിച്ചിൽ തന്നെ 3 ഡബിൾ ക്രോഷേ ചെയ്തെടുക്കാം. ഒന്നും കൂടെ ചെയ്യാം. ഇത് നമുക്ക് നെക്സ്റ്റ് 10 ഡബിൾ ക്രോഷേ ചെയ്തെടുക്കാം.
ഇനി അടുത്ത സ്റ്റിച്ചിലേക്ക് നമുക്ക് 3 ഡബിൾ ക്രോഷേ ചെയ്യാം. ഒരേ സ്റ്റിച്ചിൽ തന്നെ 3 ഡബിൾ ക്രോഷേ ചെയ്യാം. ദെൻ അത് കഴിഞ്ഞിട്ട് 7 ഡബിൾ ക്രോഷേ. 7 ഡബിൾ ക്രോഷേ കഴിഞ്ഞിട്ട് ഒരു അടുത്ത സ്റ്റിച്ചിൽ നമുക്ക് 3 ഡബിൾ ക്രോഷേ ചെയ്യാം. ഞാനിവിടെ ടോട്ടൽ എത്രയാണ് കിട്ടിയെന്ന് കൊടുക്കുന്നില്ല. കാരണം എല്ലാവർക്കും ഡിഫറെൻ്റ് ആയിരിക്കും. നമ്മുടെ സൈസിനനുസരിച്ച് ഇത് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ മെഷർമെൻറ്റ് എടുത്തിട്ടാണ് ഇത് ചെയ്യേണ്ടത്. എന്നാലേ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഇപ്പോൾ എൻ്റെ ഡോള് നമ്മൾ ഓരോരുത്തർ ചെയ്യുന്നതും ഡോൾസ് ചിലപ്പോൾ സൈസ് വ്യത്യാസമാവും. എല്ലാവർക്കും കറക്റ്റായിട്ട് നമുക്ക് കിട്ടണമെന്നില്ല. ഒരേ സൈസ് തന്നെ കിട്ടണമെന്നില്ല. നമ്മൾ ചെയ്യുന്നതിനനുസരിച്ചിട്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നമ്മൾ നമ്മുടെ ഡോളിൻ്റെ മെഷർമെൻറ്റ് എടുത്തിട്ട് ഇത് ചെയ്യാൻ വേണ്ടി നോക്കാം. ഇനി നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോവാം. അതിന് ഫസ്റ്റ് നമുക്ക് 2 ഡബിൾ ക്രോഷേ ചെയ്യാം. ഞാനിവിടെ പാറ്റേണിൽ എഴുതിയതിൽ 1 ഡബിൾ ക്രോഷേ മാത്രമേ എഴുതിയിട്ടുള്ളൂ. 2 ഡബിൾ ക്രോഷേ ഉണ്ട്. 2 ഡബിൾ ക്രോഷേ ചെയ്തെടുക്കാം. ദെൻ അത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റിച്ചിലേക്ക് ഡബിൾ ക്രോഷേ ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. ഡബിൾ ക്രോഷേ ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ടൊരു 3 ഡബിൾ ക്രോഷയും കൂടെ ചെയ്ത് കൊടുക്കാം. 2 3 3 ഡബിൾ ക്രോഷയും കൂടെ ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് നമ്മുടെ സ്ലീവിൻ്റെ പോർഷനാണ് ചെയ്യേണ്ടത്. 3 ഡബിൾ ക്രോഷേ ഓരോ സ്റ്റിച്ചിലും 3 ഡബിൾ ക്രോഷേ വീതം 11 സ്റ്റിച്ചിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം. അത് ബാക്ക് ലൂപ്പിലൂടെയാണ് ചെയ്യേണ്ടത്. ബാക്ക് ലൂപ്പിലൂടെയാണ് ഓരോന്നിലും 3 ഡബിൾ ക്രോഷേ വീതം ചെയ്യേണ്ടത്. അങ്ങനെ 11 നമുക്ക് ഇതുപോലെ 3 ഡബിൾ ക്രോഷേ വീതം ചെയ്തെടുക്കാം. ആ സ്ലീവിൻ്റെ പോർഷനാണത് വരുന്നത്. അത് ബാക്ക് ലൂപ്പിലൂടെയാണ് ചെയ്യേണ്ടത്. ഞാനിവിടെ 11 കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഡബിൾ ക്രോഷേ ഇൻക്രീസ് ചെയ്യാം. 2 സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ കൂടിയാണ് ചെയ്യേണ്ടത്. 2 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടിയാണ് ചെയ്യേണ്ടത്. ഡബിൾ ക്രോഷേ ഇൻക്രീസ് ചെയ്തു. നമുക്ക് 10 ഡബിൾ ക്രോഷേ ചെയ്തെടുക്കാം. 10 ഡബിൾ ക്രോഷേ ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഡബിൾ ക്രോഷേ ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. ഡബിൾ ക്രോഷേ ഇൻക്രീസ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ അടുത്ത സ്ലീവിൻ്റെ പോർഷൻ 11 സ്റ്റിച്ചിൽ ഇതുപോലെ ഓരോ സ്റ്റിച്ചിലും ബാക്ക് ലൂപ്പിലൂടെ 3 ഡബിൾ ക്രോഷേ ഓരോ സ്റ്റിച്ചിലും നമുക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ അത് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 3 ഡബിൾ ക്രോഷേ ചെയ്യാം. 2 ലൂപ്പിലും കൂടെ ചെയ്യണത് 3 ഡബിൾ ക്രോഷേ ചെയ്യാം. 2 അടുത്ത സ്റ്റിച്ചിൽ ഒന്നും കൂടെ 3 ഡബിൾ ക്രോഷേ ചെയ്തു. ദെൻ നമുക്ക് ഡബിൾ ക്രോഷേ ഇൻക്രീസ് ചെയ്യാം. ദെൻ ലാസ്റ്റ് 2 ഡബിൾ ക്രോഷേ ഉണ്ടാവും. 2 ഡബിൾ ക്രോഷയും കൂടെ ചെയ്ത് കൊടുക്കാം. 1 ചെയ്തു, 2 ചെയ്തു, 2 ഡബിൾ ക്രോഷേ ആയി. അങ്ങനെ ആ റൗണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് റൗണ്ടിൽ ഫസ്റ്റ് നമുക്ക് 7 സിംഗിൾ ക്രോഷേ ചെയ്ത് കൊടുക്കാം. ഡബിൾ ക്രോഷേ അല്ല, ഈ റൗണ്ടിൽ നമ്മൾ സിംഗിൾ ക്രോഷയാണ് ചെയ്യുന്നത്. 7 സിംഗിൾ ക്രോഷേ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഹാൻഡ്സിൻ്റെ ആ ഒരു നമ്മൾ 3 ഡബിൾ ക്രോഷേ വീതം 11 ചെയ്തല്ലോ, ആ ഒരു സ്റ്റിച്ചസ് കംപ്ലീറ്റ് നമുക്ക് സ്കിപ്പ് ചെയ്തിട്ട് അതിൻ്റെ തൊട്ടടുത്ത സ്റ്റിച്ചിലേക്ക് ഒരു സിംഗിൾ ക്രോഷേ ചെയ്ത് കൊടുക്കാം.
7 സിംഗിൾ ക്രോഷേ ചെയ്തു. ഇനി നമുക്ക് 33 സ്റ്റിച്ചസാണ് ഞാനിവിടെ ലീവ് ചെയ്യണേ. 33 ലീവ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റിച്ചിലേക്ക് ഒരു സിംഗിൾ ക്രോഷേ ചെയ്ത് കൊടുത്തു. 33 ലീവ് ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റിച്ചിലേക്ക് ഒരു സിംഗിൾ ക്രോഷേ ചെയ്ത് കൊടുത്തു. അടുത്ത സ്റ്റിച്ചിലേക്ക് ഒരു സിംഗിൾ ക്രോഷേ നമുക്ക് സിംഗിൾ ക്രോഷേ ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് 18 സിംഗിൾ ക്രോഷേ ചെയ്യാം. ദെൻ നമുക്ക് 18 ചെയ്തിട്ട് നെക്സ്റ്റ് സ്ലീവിലേക്ക് പോയി അതിലും നമുക്ക് ഇതേപോലെ 33 സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത സ്റ്റിച്ചിലേക്ക് ഒരു സിംഗിൾ ക്രോഷേ ചെയ്ത് കൊടുക്കാം. ബാക്കി 7 സിംഗിൾ ക്രോഷേസ് ഉണ്ടാവും. അതും കൂടെ ചെയ്ത് കൊടുത്താൽ ഈ റൗണ്ട് കംപ്ലീറ്റ് ആയി. ഇപ്പോൾ ഈ റൗണ്ട് കംപ്ലീറ്റ് ആയി. നമുക്കൊരു ആ സ്ലീവിൻ്റെ ഒരു ഹോള് കിട്ടിയിട്ടുണ്ട് രണ്ട് ഭാഗത്തും. ഇനി നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോവാം. അടുത്ത റൗണ്ടിൽ നമുക്ക് സിംഗിൾ ക്രോഷേ തന്നെയാണ് ചെയ്യേണ്ടത്. ഫസ്റ്റ് നമുക്കൊരു സിംഗിൾ ക്രോഷേ ചെയ്ത് കൊടുക്കാം. ദെൻ നമുക്ക് ഈ ഒരു പാറ്റേൺ ആണ് നമ്മൾ ഈ ഒരു റൗണ്ടിൽ ചെയ്യണത്. 3 സിംഗിൾ ക്രോഷേ ഇൻക്രീസ്. ഈ ഒരു പാറ്റേൺ നമുക്ക് ഈ ഒരു റൗണ്ട് ചെയ്ത് കൊടുക്കാം. 3 സിംഗിൾ ക്രോഷേ ചെയ്യാം, ദെൻ ഒരു ഇൻക്രീസ് ചെയ്യാം. ഈ ഒരു പാറ്റേൺ ഈ റൗണ്ട് കംപ്ലീറ്റ് ആയിരിക്കും നമുക്ക് ചെയ്യാം. ഇനി അടുത്ത 2 റൗണ്ടും ഡബിൾ ക്രോഷേ ആണ് ചെയ്യുന്നത്. അത് നമുക്ക് 6th റൗണ്ടിൽ എത്രയാണോ കിട്ടിയത് അത് തന്നെ നമുക്ക് 2 റൗണ്ട് ഡബിൾ ക്രോഷേ ആക്കിയിട്ട് ചെയ്ത് കൊടുക്കാം. എനിക്കിവിടെ 40 ഡബിൾ ക്രോഷേ ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ 2 റൗണ്ട് ഞാൻ 40 ഡബിൾ ക്രോഷേ വെച്ചിട്ട് 2 റൗണ്ട് ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ 2 റൗണ്ട് ഡബിൾ ക്രോഷേ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ യാണൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി യാണ് നമുക്ക് ഇതുപോലെ ഇതിലൂടെ ഒന്ന് എടുക്കാം. ഇനി ബാക്കി വരുന്ന യാണ് നമുക്ക് ഉള്ളിലേക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നമുക്ക് യാണൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതുപോലെ നമ്മൾ തുടങ്ങിയപ്പോൾ ഉള്ള ആ ഒരു യാണുണ്ടല്ലോ, ആ ചെറിയ യാണും നമുക്ക് ഇതേപോലെ ബാക്കിലേക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ ഉള്ളിലത്തെ യാണിൻ്റെ ഉള്ളിലൂടെ നമുക്കിങ്ങനെ പുറത്തേക്ക് കാണാത്ത രൂപത്തിൽ ഉള്ളിലേക്ക് ആക്കിയിട്ട് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതിന് ബട്ടൺസ് വെച്ച് കൊടുക്കാം. ഞാനിവിടെ ഡബിൾ ക്രോഷേ വരുന്ന ഭാഗത്താണ് ബട്ടൺസ് വെച്ച് കൊടുക്കുന്നത്.
ഡബിൾ ക്രോഷ്യ വരുന്ന ഭാഗത്തേക്കാണ് നമുക്ക്, എന്നാൽ പിന്നെ നമ്മൾ സെപ്പറേറ്റ് ഹോള് വെക്കേണ്ട കാര്യമില്ല. നമുക്ക് ഈ ഡബിൾ ക്രോഷ്യേൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഈ ബട്ടൺ നമുക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ 3 ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ 3 ബട്ടൺസും തുന്നി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ടോപ്പ് റെഡിയായി. ഇനി നമുക്ക് നമ്മുടെ റോംബർ റെഡിയാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ഗ്രേ കളർ യാണാണ് എടുത്തിട്ടുള്ളത്. ഇതും 8 പ്ലേ യാണാണ്. അതുപോലെ തന്നെ 3 mm ഹൂക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഞാൻ എൻ്റെ ഡോളിൻ്റെ മെഷർമെൻറ്റ് എടുക്കുമ്പോൾ എനിക്ക് 36 ചെയിൻസിൻ്റെ ആവശ്യം വന്നിട്ടുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ഡോളിൻ്റെ മെഷർമെൻറ്റ് എടുത്തിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഞാനിവിടെ ഇതൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. രണ്ടും കൂടെ ഫസ്റ്റത്തെ ചെയിനും അതുപോലെ തന്നെ ലാസ്റ്റ് ഉള്ളതും കൂടെ നമുക്ക് ഇതേപോലെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ദെൻ അതിലാണ് നമ്മൾ വർക്ക് ചെയ്യാൻ പോണത്. അത് ഞാൻ 3 ചെയിൻ സ്റ്റിച്ച് ചെയ്തു. ദെൻ നമുക്ക് ബാക്കി 35 ഡബിൾ ക്രോഷ്യേസ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഫസ്റ്റ് 36 ചെയിൻ സ്റ്റിച്ചാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ നമ്മൾ അത് രണ്ടും കൂടെ ജോയിൻ ചെയ്തിട്ട് ഫസ്റ്റ് 3 ചെയിൻ സ്റ്റിച്ച് ചെയ്തു. അത് കഴിഞ്ഞിട്ട് 35 ഡബിൾ ക്രോഷ്യേയും കൂടെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് റൗണ്ട് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കിട്ടും. ഞാനിവിടെ ഫസ്റ്റ് റൗണ്ട് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അതൊന്ന് ക്ലോസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ചെയിൻ സ്റ്റിച്ച് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് 3 റൗണ്ട് ഈ ഒരു 56 ഡബിൾ ക്രോഷ്യേനെ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 3 റൗണ്ടും കൂടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. എനിക്ക് 18 ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ 18-ൽ ഞാൻ ഒരു മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ 18 ഡബിൾ ക്രോഷ്യാണ് ചെയ്തെടുക്കാൻ പോണത്. ഫസ്റ്റ് 18 ഡബിൾ ക്രോഷ്യ ചെയ്യാം. ഞാൻ ആ 18-ൻ്റെ അവിടെയാണ് മാർക്കർ വെച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് എത്രയാണോ ഡബിൾ ക്രോഷ്യ ഉള്ളത് അതിൻ്റെ ഹാഫിൽ ഒരു മാർക്ക് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് എനിക്കിവിടെ 18 ആണ് കിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ 18 ഡബിൾ ക്രോഷ്യ ചെയ്യുന്നുണ്ട് ഫസ്റ്റ്.
ഞാനിവിടെ 18 ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യണ ചെയിനിലേക്ക് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യണ ചെയിനിലേക്ക് ഒരു സ്ലിപ്പ് നോട്ട് ചെയ്തിട്ട് റൗണ്ട് ക്ലോസ് ചെയ്യാം. അതുപോലെ ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് 18ൻ്റെ 2 റൗണ്ടും കൂടെ ഞാൻ ചെയ്തെടുക്കുന്നുണ്ട്. നമ്മുടെ എത്രയാണോ നമുക്ക് ലെങ്ത്ത് വേണ്ടത് ആ ലെങ്ത്തിനനുസരിച്ച് നമുക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 2 എണ്ണം കൂടെ ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പം ഞാനതൊന്ന് ചെയ്തെടുത്തിട്ട് വരാം. ഞാനിവിടെ 2 എണ്ണം കൂടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് യാണൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്കൊന്ന് ക്ലോസ് ചെയ്ത് ഈ റൗണ്ട് ക്ലോസ് ചെയ്ത് കൊടുക്കാം. ബാക്കി വന്നിട്ടുള്ള യാണ് ഇതുപോലെ ഉള്ളിലേക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് അടുത്ത കാലും കൂടി തുന്നിയെടുക്കാം. അതിനായിട്ട് ഇപ്പോൾ നമ്മൾ 18 അവിടെ സ്റ്റോപ്പ് ചെയ്തതിൻ്റെ തൊട്ടടുത്ത സ്റ്റിച്ചിലേക്ക് നമുക്ക് ഈ യാണൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. കുറച്ച് ലോങ് ആയിട്ടുള്ള യാണ് നമ്മൾ അവിടെ വിടണം കേട്ടോ. അത് നമുക്ക് ഉള്ളിൽ സ്റ്റിച്ച് ചെയ്യാനുണ്ട്. അതുകൊണ്ട് നമുക്ക് കുറച്ച് ലോങ് ആയിട്ടുള്ള യാണ് നമുക്ക് അവിടെ കീപ്പ് ചെയ്യാം. ദെൻ നമുക്ക് ഒരു ചെയിൻ സ്റ്റിച്ച് ചെയ്തിട്ട് ഒന്ന് സെക്യൂർ ആക്കി ദെൻ നമുക്ക് 3 ചെയിൻ സ്റ്റിച്ച് ചെയ്യാം. നമുക്ക് ബാക്കിയുള്ള 18 ഡബിൾ ക്രോഷ്യം കൂടെ ചെയ്ത് കൊടുക്കാം. ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ റൗണ്ട് നമുക്ക് ക്ലോസ് ചെയ്തിട്ട്
ഇനി 2 റൗണ്ടും കൂടെ ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്ര നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ യാണ് നമ്മളിവിടെ ഫസ്റ്റ് നമ്മൾ യാണ് ലോങ് ആയിട്ടുള്ള യാണ് ലീവ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് സെൻറ്ററിൽ ഇതേപോലത്തെ ഒരു ഹോൾ ഉണ്ടാവും. അത് നമുക്ക് ഉള്ളിലൂടെ ഇതുപോലെ ഒന്ന് സ്യൂ ചെയ്ത് കൊടുക്കാം, നമുക്കൊന്ന് തുന്നി കൊടുക്കാം. അതിനാണ് ഞാൻ ലോങ് ആയിട്ടുള്ള ആ യാണിൻ്റെ യാണ് കീപ്പ് ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് നമുക്ക് ഉള്ളിൽ തുന്നി കൊടുക്കാം. ഇനി നമുക്ക് ഇതിന് സ്ട്രാപ്പും കൂടെ ചെയ്ത് കൊടുക്കാം. ഞാനൊരു 4ാമത്തെ ചെയിൻമെന്നാണ് തുടങ്ങുന്നത്. നമുക്ക് ഈ യാണൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 35 ചെയിൻസാണ് ചെയ്യണത്. ഇതും നിങ്ങളുടെ ഡോളിനനുസരിച്ചിട്ടായിരിക്കും വരുന്നത്. ചിലപ്പോൾ ഹൈറ്റ് കൂടുതൽ അതൊക്കെ നമ്മൾ ചെയ്യുന്നതിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതൊക്കെ മെഷർമെൻറ്റ് എടുത്തിട്ട് വേണം നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ 35 ചെയിൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു 7 ചെയിൻ സ്റ്റിച്ച് ഞാൻ സ്കിപ്പ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് 8ലേക്ക് ഞാൻ ഇതേപോലെ ഒരു സ്ലിപ്പ് നോട്ട് ചെയ്തു, ഒരു ചെയിൻ സ്റ്റിച്ച് ചെയ്തു. ഇനി നമുക്ക് ബാക്കി വരുന്നതിൽ ഓരോന്നിലും ഓരോ സിംഗിൾ ക്രോഷ വീതം ചെയ്യാം. ഇനി നമുക്ക് യാണൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് നമ്മുടെ പാനലിലെ പോർഷനിലേക്ക് ഒന്ന് തുന്നി കൊടുക്കാം.
ഇനി ഇതുപോലെ തന്നെ അടുത്ത സ്ട്രാപ്പ് നമുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബട്ടൺസ് ഇവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഞാൻ ആ ബട്ടൺസിൻ്റെ എന്താ പറയുക വിഡ്ത്തിനനുസരിച്ചിട്ടാണ് ഞാനിവിടെ 7 ചെയിൻ സ്റ്റിച്ച് സ്കിപ്പ് ചെയ്തത്. നിങ്ങളുടെ കയ്യിലുള്ള ബട്ടൺസിനനുസരിച്ചിട്ട് നിങ്ങൾ ചെയിൻസ് സ്കിപ്പ് ചെയ്യണം. അങ്ങനെ റോംബർ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തത് ഷൂസാണ്. ഷൂസ് ചെയ്യാൻ ഫസ്റ്റ് ഞാനിവിടെ 7 ചെയിൻ സ്റ്റിച്ചാണ് ചെയ്യണേ. സെവൻ ചെയിൻ സ്റ്റിച്ച് ചെയ്തു. നമുക്ക് അടുത്തൊരു ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത ചെയിനിലേക്ക് ഒരു സിംഗിൾ ക്രോഷേ ചെയ്യാം. അതുപോലെ തന്നെ 4 സിംഗിൾ ക്രോഷേ ചെയ്തെടുക്കാം. ടോട്ടൽ 5 സിംഗിൾ ക്രോഷേ ആണ്. 5 സിംഗിൾ ക്രോഷേ നമുക്ക് ചെയ്തെടുക്കാം. ദെൻ അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ചെയിനിൽ 5 സിംഗിൾ ക്രോഷേ ചെയ്തതിന് ശേഷം ലാസ്റ്റ് ചെയിനിലേക്ക് നമുക്ക് 3 സിംഗിൾ ക്രോഷേ ചെയ്ത് കൊടുക്കാം. ഈ ലാസ്റ്റ് ചെയിനിലേക്ക് 3 സിംഗിൾ ക്രോഷേ ചെയ്യാം. ഇനി നെക്സ്റ്റ് 4 സിംഗിൾ ക്രോഷേ ചെയ്ത് കൊടുക്കാം. ലാസ്റ്റായിട്ട് നമ്മൾ തുടങ്ങിയ സ്റ്റിച്ചിൽ തന്നെ നമുക്കൊരു 2 സിംഗിൾ ക്രോഷേ ചെയ്ത് കൊടുക്കാം. അതായത് സിംഗിൾ ക്രോഷേ ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. ദെൻ നമുക്ക് റൗണ്ട് ക്ലോസ് ചെയ്യാം. ഇനി അടുത്ത റൗണ്ടിലേക്ക് നമുക്ക് പോവാം. അതിനായിട്ട് ഫസ്റ്റ് നമുക്കൊരു ഇൻക്രീസ് ചെയ്തെടുക്കാം. ഫസ്റ്റ് സ്റ്റിച്ചിൽ ഒരു ഇൻക്രീസ്, ദെൻ 4 സിംഗിൾ ക്രോഷേ, അത് കഴിഞ്ഞിട്ട് 3 സ്റ്റിച്ചിൽ ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. മൂന്ന് സ്റ്റിച്ചിൽ ഇൻക്രീസസ് ചെയ്തതിന് ശേഷം ഒരു 4 സിംഗിൾ ക്രോഷേ ചെയ്ത് കൊടുക്കാം.
4 സിംഗിൾ ക്രോഷേ ചെയ്തെടുക്കുമ്പോൾ ലാസ്റ്റ് 2 സ്റ്റിച്ച് ബാക്കിയുണ്ടാവും. അതിലോരോന്നിലും ഇൻക്രീസ് വീതം ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഈ റൗണ്ട് കംപ്ലീറ്റ് ആക്കി നമുക്ക് ക്ലോസ് ചെയ്യാം. അടുത്ത മൂന്നാമത്തെ റൗണ്ടാണ്. മൂന്നാമത്തെ റൗണ്ടിൽ ഫസ്റ്റ് ഒരു സിംഗിൾ ക്രോഷേ ചെയ്യാം, ദെൻ ഒരു ഇൻക്രീസ് ചെയ്യാം, ദെൻ 4 സിംഗിൾ ക്രോഷേസ് ചെയ്യാം. സിംഗിൾ ക്രോഷേ ചെയ്തതിന് ശേഷം സിംഗിൾ ക്രോഷേ ഇൻക്രീസ് എന്നുള്ളത് 3 തവണ ചെയ്യാം. ഒരു സിംഗിൾ ക്രോഷേ ചെയ്യാം, ദെൻ അടുത്തൊരു ഇൻക്രീസ് ചെയ്യാം, രണ്ടാമത്തെ തവണ സിംഗിൾ ക്രോഷേ, ദെൻ ഇൻക്രീസ്, ദെൻ മൂന്നാമത്തെ തവണ സിംഗിൾ ക്രോഷേ, പിന്നെ ഒരു ഇൻക്രീസും. അത് കഴിഞ്ഞതിന് ശേഷം 4 സിംഗിൾ ക്രോഷേസ് ചെയ്യാം. ഇനി നമുക്ക് നാലാമത്തെ റൗണ്ട് ചെയ്യുന്നത് ബാക്ക് ലൂപ്പിലൂടെയാണ്. നമുക്ക് ഓരോന്നിലും ഓരോ സിംഗിൾ ക്രോഷേ വെച്ചിട്ട് ചെയ്യാം. ബാക്ക് ലൂപ്പിലൂടെ ഓരോന്നിലും ഓരോ സിംഗിൾ ക്രോഷേ വെച്ചിട്ട് ചെയ്തെടുക്കാം. തന്നെ അടുത്ത റൗണ്ടും നമ്മൾ ഓരോന്നിലും ഓരോ സിംഗിൾ ക്രോഷേ വെച്ചിട്ട് തന്നെയാണ് ചെയ്യണത്. അത് 2 ലൂപ്പിൻ്റെ ഉള്ളിലും കൂടെ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ആറാമത്തെ റൗണ്ടിലേക്ക് പോവാം. ആദ്യം നമുക്ക് 5 സിംഗിൾ ക്രോഷേസ് ചെയ്യാം. 5 സിംഗിൾ ക്രോഷേ ചെയ്തതിന് ശേഷം ഒരു ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്തു, ദെൻ ഹാഫ് ഡബിൾ ക്രോഷേ ടുഗെദർ ആണ് ചെയ്യുന്നത്. ഒരു ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്യാം. നെക്സ്റ്റ് ഡേയിൽ ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്തിട്ട് അടുത്തതിലും അതുപോലെ തന്നെ ഒരു ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്തിട്ട് രണ്ടിൻ്റെ ഉള്ളിലും കൂടെയാണ്, എല്ലാ ലൂപ്പിൻ്റെ ഉള്ളിലും കൂടിയാണ് നമുക്ക് യാൺ എടുക്കേണ്ടത്. അതുപോലെ 4 ടൈംസ് നമുക്ക് ചെയ്തെടുക്കാം. ഈ ഹാഫ് ഡബിൾ ക്രോഷേ ടുഗെദർ എന്നുള്ളത് നമുക്ക് 4 ടൈംസ് ചെയ്യാം. നമുക്ക് ബാക്കി 9 സിംഗിൾ ക്രോഷേ ഉണ്ടാവും. 9 സിംഗിൾ ക്രോഷേ നമുക്ക് ചെയ്തെടുക്കാം. ദെൻ ലാസ്റ്റ് റൗണ്ട് വരുന്നത് ഫസ്റ്റ് നമുക്ക് ഡിക്രീസ് ചെയ്യാം. ഇത് നമുക്ക് 18 സിംഗിൾ ക്രോഷേസ് ചെയ്യാം. നമുക്ക് 18 സിംഗിൾ ക്രോഷേ ചെയ്തെടുക്കാം.
ലാസ്റ്റ് നമുക്ക് ഒരു ഡിഗ്രീസും കൂടെ ചെയ്തെടുക്കാം. അങ്ങനെ നമുക്ക് ഈ റൗണ്ട് ക്ലോസ് ചെയ്യാം. ഇനി ഞാനിതിൻ്റെ ടോപ്പിൻ്റെ കളറാണ് ഇവിടെ ഇതുപോലെ ഒന്ന് ടൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 2 ഷൂസ് ഞാനിവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഈ ഷൂസിൻ്റെ വീഡിയോ ഞാൻ അടുത്തൊരു വീഡിയോ ആക്കിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ചെയ്ത് കാണിക്കാം. ഇതിപ്പോൾ ലോങ് വീഡിയോ ആയ കാരണം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ടേ ഉള്ളൂ. ഞാൻ അടുത്തൊരു വീഡിയോയിൽ ഷൂസിൻ്റെ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഡോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു ഡോളുമായിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.